What do you say, Mr. Prosecutor? Your Honor, I am surprised to hear the submissions of my learned friend that the accused has committed this crime just to protect her chastity. Exhibit P15 ആയി ഹാജരാക്കിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്റെ സഹപ്രവർത്തക മറന്നു കളഞ്ഞതാകാം. ഈ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? No, you can't. അവിവാഹിതയായ നിങ്ങൾക്കിപ്പോൾ 3 മാസം ഗർഭമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? I object, Your Honor. You should look into the documents before you object it. What documents are you referring to? Exhibit P15 medical certificate, Your Honor. Objection overruled. You can proceed. സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരിത്രത്തെക്കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായി ഗർഭിണിയായാൽ കൂടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാന്ന് പറയാൻ മടി കാണിക്കില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന്? നോ, യു കാൺട്ട് സേ. മാന്യന്മാരായ എല്ലാ തന്തമാരുടെയും പേര് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെയെങ്കിലും പേര് പറയാൻ നിങ്ങൾക്ക് കഴിയും. Excuse me. May I make a submission, Your Honor? ഇതുവരെ റിലേ ചെയ്യാതിരുന്ന ഡോക്യുമെന്റ് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുകയാണ്. So, I have to take further instructions from my client. They are arguing on the evidence already adduced. What do you say, Mr. Prosecutor? I have no objection, Your Honor, in my learned friend taking any number of instructions from her client. The case is adjourned to 30th of this month. എന്നാൽ ആ കുട്ടിക്ക് എന്നോട് പറയാമായിരുന്നില്ല. എനിക്കും അറിയില്ലായിരുന്നു. വക്കീലിനോടും ഡോക്ടർമാരോടും ഒന്നും വിളിച്ചേക്കാം. രവി, 1 second. ഞാൻ പോട്ടെ. ഇന്നത്തെ പെർഫോമൻസ് കലക്കിയിട്ടുണ്ട്. ശശികല ഒട്ടും മോശമില്ലായിരുന്നു. സ്വന്തം വർഗമായതുകൊണ്ടായിരിക്കും ഇത്ര ആവേശം. നാട്ടിൽ പെട്ടപ്പോ ഇന്നലെ ഹസ്ബൻഡിന് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയി കേട്ടോ. അറിഞ്ഞു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്നാണല്ലോ കേട്ടത്. ESI ഡോക്ടറല്ലേ, തൊഴിലാളികൾക്ക് ലീവ് എഴുതി കൊടുത്ത് കണ്ടമാനം കാശ് വാങ്ങിക്കുന്നുണ്ടാവും. ട്രാൻസ്ഫറിന് അതൊരു കാരണം മാത്രം. ശശികലയാണ് ഡോക്ടറെ കോട്ടയത്ത് കൊണ്ടാക്കിയെന്ന് കേട്ടല്ലോ. പോയിരുന്നു. വരട്ടെ. പണിക്കരെ, 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 എന്താണോ ഇത്? കോടതി വന്നിട്ട് കിടന്നുറങ്ങുന്നു. ഞാൻ ഇന്നലെ ഒരു വെടിക്കെട്ട് കാണാൻ പോയി. സ്വല്പം കണ്ണടച്ചു. വായ കിടങ്ങനെ തുപ്പി കളഞ്ഞിട്ട് സംസാരിക്കണോ? ഇപ്പൊ വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. 20 പൈസ ആർക്കില്ല, തള്ളിപ്പോകും സാർ. തന്റെ 20 പൈസക്ക് വേണ്ടി എന്റെ ദേഹം മുഴുവൻ ചീത്തയാക്കണോ? എപ്പോ നോക്കിയാലും ഉണ്ടാവും വായി കുറുകുറ. തനിക്കൊന്ന് നിർത്തിക്കൂടെ? ഇത് പരമ്പരാഗതമായി കിട്ടിയ ഒരു അനുഗ്രഹമാണ് സാർ. എന്ത് മുറുക്കലോ? യെസ് സാർ. എന്റെ അച്ഛൻ ഗോപാലപ്പണിക്കരി മുറുക്കും, അമ്മ ഭഗീരഥി മുറുക്കും, അമ്മാവ മുറുക്കും, ഭാര്യ മുറുക്കും, മകൻ മുറുക്കും, മകളും മുറുക്കും. അപ്പൊ ഒരു കോളാമ്പി ഫാമിലി ആണല്ലേ? താൻ വൈകിട്ട് വീട്ടിലേക്കൊന്ന് വരണം. യെസ് സാർ. ഗുഡ് ഈവനിങ് എന്തുകുട്ടി. ഓ, ഞാനത് മറന്നു. കൊച്ചുകുട്ടിയല്ലേ എന്നും ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ. പുറത്ത് എവിടെയെല്ലാം പോയിട്ട് വരുന്നതാ? അതിനല്ലേ ഷൂ ഇട്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാൽ രവേട്ടിന് ഓരോ ന്യായീകരണം ഉണ്ടാവുമല്ലോ. അഡ്വക്കേറ്റ് ആയതുകൊണ്ടാ. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. എന്തുകുട്ടി, ഇന്ന് നിന്റെ ഫേവറേറ്റ് സിംഗർ ശ്രീദേവിയുടെ കേസിന്റെ ആർഗ്യുമെന്റ് ആയിരുന്നു. എന്നിട്ട് എന്റെ പെർഫോമൻസ് നീ ഒന്ന് കാണേണ്ടതായിരുന്നു. ഈ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? നോ, യു കാൺട്ട്. എന്താ രവേട്ട ഇത്? കോടതിയെന്ന് വെച്ചിട്ടാ? കേക്കരവനെ. സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരിത്രത്തെക്കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായ ഗർഭിണിയായാൽ പോലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് പറയാൻ മടിക്കില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം.
ശ്രീദേവിയെ കുറിച്ച് രവിയേട്ടൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ തോന്നില്ല. ആ കുട്ടി നിരപരാധിയാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. എന്റെ ജോലി ഞാൻ ചെയ്യും. നീ കോളേജിൽ പഠിക്കുമ്പോ ആ കുട്ടിയുടെ ഗാനമേള കേട്ടിട്ടുണ്ടെന്ന് വെച്ച് അവൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? നീ അവിരച്ച് വിളമ്പിക്കും. ശ്രീദേവിക്ക് സ്വന്തക്കാരും ബന്ധുക്കളുമായി ആരുമില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഞങ്ങൾ ട്രൂപ്പുകാർ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത്. ആ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ്. ഐ അഗ്രി. പക്ഷെ ഇനി പറഞ്ഞിട്ടെന്താ ഫലം? പ്രോസിക്യൂഷൻ അത്രയ്ക്ക് ശക്തമാണ്. ശ്രീദേവിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കേസിന് അല്പം ബലം കിട്ടിയേനെ. അതവളോട്ട് പറയുന്നില്ല. അല്ല, ശ്രീദേവിക്ക് അങ്ങനെ ആരെങ്കിലുമായി ബന്ധമുള്ളതായി? ഇല്ല, ഞങ്ങൾക്കങ്ങനെ യാതൊരു അറിവുമില്ല. ഇനിയിപ്പോ വക്കീൽ സാറ് ചോദിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞിരിക്കും. ശരി. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതെല്ലാം ഞാൻ കോടതിയിൽ പറഞ്ഞതാണ്. ശ്രീദേവിക്ക് എന്താണ് സംഭവിച്ചത് എന്നോട് തുറന്നു പറയൂ. എന്നാൽ മാത്രമേ കേസിന് അല്പമെങ്കിലും ബലം കിട്ടുകയുള്ളൂ. ആരാണ് ശ്രീദേവിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ? പ്ലീസ് ടെൽ മീ ശ്രീദേവി. എന്നോടെങ്കിലും പറയൂ. ഇല്ല, ഞാനത് പറയില്ല. എന്നോട് അത് മാത്രം ചോദിക്കരുത്. എനിക്കൊരു അപേക്ഷയുള്ളൂ. എനിക്ക് ഏറ്റവും വലിയൊരു ശിക്ഷ വാങ്ങിത്തരൂ. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്നല്ലേ പറയാറ്? ഗുഡ് മോർണിംഗ് സർ. മണിക്കരെ, യെസ് സർ. സാക്ഷികളോടെല്ലാം ഓഫീസിൽ വരാൻ പറഞ്ഞിട്ടുണ്ടോ? യെസ് സർ. എന്ത് ചോദിച്ചാലും SR SR SR. ഇതെന്താ പോലീസ് സ്റ്റേഷനാണ്? യെസ് സർ. ഞാൻ പണ്ട് പോലീസിലായിരുന്നല്ലോ. വർഷങ്ങളായിട്ടുള്ള ശീലം കൊണ്ട് നാം എപ്പോഴും അങ്ങനെ വഴങ്ങും. ഒരു യെസ്. വരട്ടെ. എന്താണോ ഇത്? യുവർ ഓണർ, അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരുമില്ലാത്ത അബലയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്റെ കക്ഷി. പ്രത്യേകിച്ച് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു കലോപാസകയും. അങ്ങനെയുള്ള ഈ പെണ്ണിന് ഒരിക്കലും ഒരാളെ കൊലപ്പെടുത്താൻ കഴിയില്ല. മദ്യപിച്ച് ലക്കില്ലാതെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആനന്ദുമായിട്ടുള്ള സ്ട്രഗിളിങ്ങിനിടയിൽ ഷോക്കേറ്റ് വീണ് ചിറവ് ദേഹത്ത് കയറി സ്വയം മരിച്ചതാണ് ആനന്ദെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും. ഐ ഹാവ് നത്തിങ് മോർ ടു സബ്മിറ്റ്. യുവർ ഓണർ, നല്ലവളായ നിരപരാധിയായ എന്റെ കക്ഷിയോട് ദയവുണ്ടാകണമെന്ന് മാത്രമേ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ദയ. എന്ത് തെറ്റ് ചെയ്താലും നിർലോഭം ഉപയോഗിക്കാവുന്ന രണ്ട് പദങ്ങളുണ്ട് മലയാളത്തിൽ: ദയ, മാപ്പ്. ഒരു കൊലപാതകം ചെയ്ത ഈ സ്ത്രീക്ക് വേണ്ടിയും എന്റെ സഹപ്രവർത്തക ആവശ്യപ്പെടുന്നത് ദയാണ്. യുവർ ഓണർ, കലയുടെ പേരും പറഞ്ഞ് രാത്രിയും പകലുമില്ലാതെ അബദ്ധസഞ്ചാരം നടത്തുന്ന ഈ സ്ത്രീയെ നല്ലവളായിട്ട് ചിത്രീകരിക്കാൻ എന്റെ സഹപ്രവർത്തകയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. നല്ലവൾ എന്നാൽ സ്വഭാവശുദ്ധിയുള്ളവൾ എന്നാണ് അർത്ഥമെന്നത് എന്റെ സഹപ്രവർത്തകയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കാം. പിതാവ് ആരാണെന്നറിയാതെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവളെന്ന് വിശ്വസിക്കാൻ കഴിയും? ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് പ്രതി എന്നുള്ളത് സ്പഷ്ടമാണ്. ഇങ്ങനെയുള്ള ഈ സ്ത്രീ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണെങ്കിൽ ഇവരെ വെറുതെ വിടുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ എന്റെ അഭിപ്രായം മറിച്ചാണ്. ഷീ ഡിസേർവ്സ് ദ മാക്സിമം പനിഷ്മെന്റ്. That's all, Your Honor. നിങ്ങൾക്കിതേക്കുറിച്ച് കോടതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടായി എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്ന അപേക്ഷ എനിക്കുള്ളൂ.
കേസ് ജഡ്ജ്മെന്റിന് വേണ്ടി 27-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ശ്രീദേവിക്ക് ശിക്ഷ കിട്ടുമോ രവിട്ട? കുറ്റം ചെയ്താൽ പിന്നെ ശിക്ഷ കിട്ടില്ലേ? സത്യത്തിൽ ആ കുട്ടിയെ വെറുതെ വിടേണ്ടതാട്ടോ. കൊലപാതകം ചെയ്തിട്ടോ? മാനം രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചതാവും. മാനം രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ തന്ത ആരാണെന്ന് അറിയാത്ത ഒരു കുഞ്ഞിനെ അവളെ ഗർഭം ധരിക്കുമോ? ഷീസ് ക്യാരിങ് 3 months. എന്തോ പറഞ്ഞു കേട്ടിടത്തോളം ആ കുട്ടി നിരപരാധിയാകാനാണ് സാധ്യത. രവിയേട്ടൻ എന്തിനാ ഈ വക കേസെല്ലാം ഏറ്റെടുക്കുന്നത്? കൊള്ളാമല്ലോ. എന്റെ പൊന്നുമോളെ, ഞാനൊരു സർക്കാർ വക്കീല. പ്രതികളോടൊക്കെ അനകമ്പ് കാണിക്കാൻ പോയാലേ നമ്മുടെ കഞ്ഞൂടി മുട്ടും. എന്നാലും രവിയേട്ട, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കില്ലെന്ന് വെച്ചാ വെറുതെ ഓരോന്ന് ചോദിച്ചിട്ടുണ്ട്. വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും രവിയേട്ടന് ദേഷ്യോ? ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ രവിയേട്ടൻ ഈ കേസ് വാദിക്കുമായിരുന്നു. നീ വേണ്ടാത്തൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302-ാം വകുപ്പ് പ്രകാരം പ്രതി കൊലപാതകം ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നു. പ്രതി കുറ്റക്കാരിയാണെങ്കിലും പ്രതി കുറ്റം ചെയ്യാനിടയാക്കിയ സാഹചര്യങ്ങളും പ്രതി ഗർഭിണിയാണെന്നുള്ള വസ്തുതയും കണക്കിലെടുത്ത് പ്രതിയെ 7 വർഷം സാധാരണ തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. പ്രതി ഗർഭിണിയായതിനാൽ ശിക്ഷാസമയത്ത് ജയിലിൽ പ്രതിക്ക് വൈദ്യസഹായവും ശുശ്രൂഷയും നൽകിയിരിക്കണം. I hereby direct that the superintendent of the central jail will follow the above instructions strictly.